അസ്സലാമലൈക്കും നെഹ്ലാസിയ, ഹോപ്പ് യു ഡൂയിങ് വെൽ. ഞാൻ വന്നിട്ടുള്ള നല്ലൊരു മത്തി മുളക് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉമ്മാൻ്റെ ഫുഡ് മിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ മുളക് കറിയാണ് മെയിനായിട്ട് വെക്കാറ്. ഇപ്പം ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഉമ്മ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കി കണ്ട് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, നമ്മൾ ചോറിനൊക്കെ കൂടെ നല്ലതായിട്ട് കോമ്പിനേഷനുള്ള സംഭവമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ എപ്പോഴും മടിച്ചാണ് കേട്ടോ ചെറിയ ഉള്ളി അരിയാൻ. അപ്പോൾ അരിയാനും തൊലിക്കാനൊക്കെ ഭയങ്കര മടിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യല്. പക്ഷെ ഉമ്മ ചെറിയ ഉള്ളി തന്നെ ഇടലുണ്ട്. അതുകൊണ്ട് ഞാനും ചെറിയ ഉള്ളി തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്, ഒരു 4-5 പച്ചമുളകും. പിന്നെ വേണ്ടത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എടുക്കുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിടുക. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഞങ്ങളുടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, പൊടിയുപ്പല്ല കല്ലുപ്പാണ്. പിന്നെ വേണ്ടത് കറി ലീഫും, പിന്നെ വേണ്ടത് ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് ആ മിക്സൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ പുളിവെള്ളം ഞാനൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നന്നായി സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വാട്ടറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് കൂടെ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ച് വാട്ടറി ആയിട്ട് ടൈപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റവിൽ വെക്കുക, വേറൊരു പണിയില്ല കേട്ടോ. നേരെ സ്റ്റവിൽ വെക്കുക, അത്രയേ ഉള്ളൂ. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വിടാം. ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മളത് വെന്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും നോക്കുക. പച്ചമുളകൊക്കെ നമ്മൾക്ക് വെന്തിട്ടുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവുമല്ലോ. ആ സമയത്ത് നന്നായിട്ടൊന്ന് വറ്റുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കറി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക. അപ്പോൾ കറി നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മത്തി ഇട്ട് കൊടുക്കുക. നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മുടെ മത്തി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മത്തി അല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ചെറിയ നത്തോലി അങ്ങനെ വേറെ എന്തെങ്കിലും കുറച്ച് ചെറിയ മീനുകളിൽ ഉണ്ടാക്കിയ കറിയായിരിക്കും ഈ മുളക് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് കറി ലീഫും കൂടി ഇട്ടിട്ട് മത്തി വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. ആ ഒരു സ്റ്റേജിൽ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. പിന്നെ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഓൾറെഡി സെറ്റായിട്ടുണ്ട്, കറി ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്താലും നമ്മളിങ്ങനെ തള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മൺചട്ടിയിൽ വെക്കുന്ന പ്രത്യേകത വെച്ചാൽ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഇന്ന് കൂട്ടിനേക്കാളും നല്ലത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈസിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു മുളക് കറി റെസിപ്പിയാണിത്. നല്ല ചൂട് ചോറിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മുളക് കറിയും ഒഴിച്ച് ഒരു മീൻ പൊരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിക്കുമ്പോൾ ആ ഒരു കിട്ടുന്ന ടേസ്റ്റ് ശരിക്കും ഉമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെന്തായാലും ഉമ്മാനെ മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉമ്മാൻ്റെ മുളക് കറി മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹ്ല.